എൻ്റെ പേര് ജോസ്ന ആൻ്റണി. ഞാൻ ദുബായിൽ നിന്ന് വരുന്നു. ബൈ പ്രൊഫഷൻ ഞാനൊരു നേഴ്സാണ്. 2020 ഫെബ്രുവരി 4 ഞാൻ എടുത്ത ഉടമ്പടിയുടെ എനിക്ക് മാതാവ് വഴി ലഭിച്ച അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താനും 2024 ഏപ്രിൽ മാസം ഓൺലൈൻ ഉടമ്പടി വഴി മാതാവ് എനിക്ക് തന്ന സാക്ഷ്യങ്ങളും സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാനിവിടെ വന്ന സാഹചര്യം ആദ്യം ഒന്ന് ചെറുതായിട്ട് വിശദീകരിക്കാം. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2019 ഞാനിവിടെ വരുമ്പം ഇത്രയും ഇങ്ങനെയല്ല കൃപാസനം ഉള്ളത്. അന്നും ഇതേപോലെ ഉടമ്പടി ധ്യാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് യാതൊരു വിശ്വാസമില്ല. എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഇവിടെ ഞാൻ വന്നു, ജസ്റ്റ് പ്രാർത്ഥിക്കാം, തിരിച്ചു പോകാം, ആ ഒരു ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇവിടെ വന്നു, ഇവിടെ മാതാവുണ്ട്, പക്ഷെ ഞാൻ മാതാവിനെ കണ്ടിട്ടില്ല. ഞാൻ ആകെ കണ്ടത് ദിവ്യകാരുണ്യ അൾത്താര മാത്രമാണ്. അപ്പം കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. എനിക്ക് മാതാവിനെ കാണാൻ പറ്റുന്നില്ല. ഈവൻ ഞാൻ മാതാവിൻ്റെ ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല. ഞാൻ ദിവ്യകാരുണ്യ ചാപ്പലിനുള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് ശരിക്കും ചലഞ്ച് ചെയ്തു. കാരണം ഇതൊരു തട്ടിപ്പാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ മാതാവിനോട് ചലഞ്ച് ചെയ്തു. അപ്പോഴത്തെ എൻ്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നേഴ്സാണ്. എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് എൻ്റെ കയ്യിലില്ല. എനിക്കത് കിട്ടാൻ യാതൊരു വഴിയുമില്ല. കേരള രജിസ്ട്രേഷൻ എൻ്റെ കയ്യിലില്ല. എനിക്ക് നാട്ടിൽ ജോലി കിട്ടാൻ യാതൊരു സാധ്യതയില്ല. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. മാതാവ് വലിയ മാതാവല്ലേ, അപ്പോൾ പിന്നെ മാതാവ് എനിക്ക് നാട്ടിലൊരു ജോലി ഇതാ, എന്നാൽ ഞാൻ വിശ്വസിക്കാമെന്ന്. ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയി. 2-ാം ദിവസം ഭയങ്കര വെൽ നോൺ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ 4 ഇൻ്റർവ്യൂ പാസ്സായി. എനിക്ക് ജോലി ഓഫർ വന്നു. അവരെന്നോട് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. നെക്സ്റ്റ് ഡേ അവരെന്നോട് പറഞ്ഞു എൻ്റെ എക്സ്പീരിയൻസ് ലെറ്റർ സബ്മിറ്റ് ചെയ്യണമെന്ന്. ഞാൻ അതിൻ്റെ അടുത്ത ദിവസം ഇവിടെ വന്നു. കാരണം എനിക്ക് എക്സ്പീരിയൻസ് ലെറ്റർ കൊടുക്കാൻ യാതൊരു വഴിയില്ല. ഞാനിവിടെ വന്നിട്ട് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ എഴുതിയ അമ്മയുടെ ഹാൻഡ് റൈറ്റിങ്ങിലുള്ള ഈശോ അപ്രൂവൽ ചെയ്ത ഒരു എക്സ്പീരിയൻസ് ലെറ്റർ അമ്മ HR ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കണം. ഞാൻ ജോലി ചെയ്യുന്ന അത്രയും സമയം എന്നോട് അവിടുന്ന് അവരിത് ചോദിക്കാൻ പാടില്ല. എനിക്ക് വേറെ വഴിയില്ല. അന്ന് തൊട്ട് ഒരു 1.5 വർഷക്കാലം ഞാൻ ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. ആരും എൻ്റെ എക്സ്പീരിയൻസ് ലെറ്ററെ പറ്റിയിട്ട് ചോദിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് എനിക്ക് പുറത്തൊരു വിദേശത്ത് ജോലി ചെയ്യണമെങ്കിൽ ഈ എക്സ്പീരിയൻസ് ലെറ്റർ നെസസറിയാണ്. ഞാനൊരു കഴിഞ്ഞ 10 മാസമായിട്ട് ഈ എക്സ്പീരിയൻസ് ലെറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഹോസ്പിറ്റലുകാരെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ചെയർമാനുമായിട്ട് എനിക്കൊരു തർക്കം ഉണ്ടായി. അതുകൊണ്ട് എൻ്റെ പേര് പറഞ്ഞാൽ പോലും പുള്ളിക്ക് ദേഷ്യമാണ്. ഇത് തരത്തില്ലെന്ന് എൻ്റെ അടുത്ത് ഉറപ്പിച്ച് പറഞ്ഞ കാര്യമാണ്. എനിക്കിത് കിട്ടത്തില്ല, ഒരു സാധ്യതയില്ല. എനിക്കിതെൻ്റെ വീട്ടിൽ പറയാൻ യാതൊരു വഴിയില്ല. വീട്ടിൽ പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് ഞാൻ പറയുന്ന രീതിയിൽ ഒരിക്കലും മനസ്സിലാകത്തുമില്ല. എൻ്റെ തെറ്റുകൊണ്ടാണ് എനിക്കത് കിട്ടാത്തത്. എനിക്ക് ആരെടുത്തും പറഞ്ഞ് ആരുടെയും ഒരു റെക്കമെൻഡേഷൻ ഒന്നും കിട്ടാനില്ല. ഞാൻ ഇവിടെ വന്നു. 10 ഫെബ്രുവരി 2024 ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു. അന്ന് ഈ പള്ളിക്കകത്തിരുന്ന നിയോഗങ്ങൾ എഴുതുന്നത്